ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. നല്ല മഴയൊക്കെ പുറത്ത് നല്ല മഴയൊക്കെ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് കിടക്കാം. ഞാൻ വിചാരിച്ചത് നമ്മളുടെ മഴക്കാലമൊക്കെ അല്ല, ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസമൊക്കെ വരികയാണ്. നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് കെയർ ചെയ്യാനുള്ള സമയമാണ്. ഇപ്പോൾ ഒരു സ്കിൻ കെയർ ചാലഞ്ച് തന്നെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഓൾട്ടർനേറ്റീവായിട്ട് ഫേസ് പാക്ക് ഇടും. അതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സ്കിൻ കെയർ ഫുൾ ബോഡി പാക്ക്, അതുപോലെ തന്നെ ഹെയർ കെയർ പാക്ക്, നമ്മുടെ കണ്ണിന് മാത്രമുള്ളത്, അങ്ങനെ ഓരോരോ ദിവസം ഓരോ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഫോളോ ചെയ്യുക. അതിനുശേഷം 30 ഡേയ്സ് കഴിഞ്ഞിട്ട് റിസൾട്ട് ഞാൻ വാട്സപ്പിലൂടെ അറിയിക്കുക. നമ്മുടെ വാട്സപ്പ് നമ്പർ 9496532598 ഞാനിതിലൂടെ കാണിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. നമുക്ക് ഗ്രൂപ്പുണ്ട്, അതിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസും അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലാണ് ആദ്യം ഷെയർ ചെയ്യുന്നത്. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ഇത് കുറേ കമൻറ്റ് വരണ ഞാൻ നേരത്തെ പറഞ്ഞോളൂ കേട്ടോ. ഇത് മെബിലിൻ്റെ സെൻസേഷൻ ലിക്വിഡ് മേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്കാണ് കണ്ടോ. അപ്പോൾ ഇത് റെഡ് ഒരു ഷെയ്ഡാണ്, മാറ്റ് ഫിനിഷാണ്. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക്ക് ഉള്ളത്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരുടെയും ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുക, സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കുക, എപ്പോഴും നല്ല ഫ്രഷ് ലുക്കിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ജപ്പാനീസ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടിരിക്കുന്ന ഒരു പാക്കാണ്. അത് വളരെ നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് നമ്മുടെ സ്കിന്നിന് തരും. സ്കിൻ ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട്, അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ഇഷ്യൂസൊക്കെ മാറാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കും. ഒരു 25-30 വയസ്സൊക്കെ കഴിഞ്ഞാൽ മിക്കവരുടെ സ്കിന്നെന്ന് വെച്ചാൽ കുറച്ച് ഡള്ളാവാൻ തുടങ്ങും. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചില കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനാണെങ്കിൽ പോലും ഡെയിലി ഉള്ള ബസ്സിലുള്ള യാത്ര, ഓടിപ്പിടിച്ചുള്ള യാത്ര, ഭക്ഷണത്തിൻ്റെ ഓരോ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ കൊണ്ട് തന്നെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ സ്കിൻ എപ്പോഴും കെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻടേക്ക് ഫുഡ് നന്നായിട്ട് നല്ല വൈറ്റമിനൊക്കെയുള്ള ഫുഡ് കഴിക്കുക, ജ്യൂസ് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യം. ഫ്രഷ് ജ്യൂസിനേക്കാളും നല്ലത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഡയറക്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ മടിയന്മാരും മടിച്ചുകളുടെ ഒക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ ജ്യൂസ് അടിച്ച് തന്നാലോ അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ മുറിച്ച് തന്നാലോ കഴിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണെങ്കിലും കഴിക്കാൻ നോക്കുക. ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രൂട്ട്സൊക്കെ ആ രീതിയിൽ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് റിസൾട്ട് തരുന്നത്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ നല്ല സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല ഒരു ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ടും സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പ്രത്യേകിച്ചും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ കഴിക്കാൻ നോക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു സീസണിൽ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന സ്കിൻ കെയർ ചാലഞ്ചിൽ നിങ്ങൾ കഴിവതും ഇതുപോലെ ഫ്രൂട്ട്സും ഫ്രൂട്ട് ജ്യൂസും നമ്മളെ കറ്റാർവാഴയുടെ ജ്യൂസൊക്കെ ഇല്ലേ, കറ്റാർവാഴ അകത്തെ ഫ്ലഷ് എടുത്തിട്ട് അപ്പോൾ അതിനകത്ത് ക്യാരറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ കഴിക്കുകയാണെന്ന് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനതൊക്കെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ കാണിക്കാൻ പോകുന്നത് ജപ്പാനീസ് സീക്രട്ട് കുറേ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് എൻ്റെ സ്കിന്നിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇത് മിക്കവരുടെ സ്കിന്നിലും വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് തരും. പിന്നെ ഡിപ്പെൻസ് ആണ് പലരുടെ സ്കിന്നിൽ. ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് ഫാസ്റ്റ് റിസൾട്ട് തരുമായിരിക്കും. വേറെ ആളുടെ സ്കിൻ എന്ന് വെച്ചാൽ കുറേ ദിവസമൊക്കെ അടുപ്പിച്ചൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ആ റിസൾട്ട് കിട്ടണത്. നിങ്ങൾ ഈ ഒരു DIYs ഒക്കെ ചെയ്യുമ്പോൾ ഒരു പാക്ക് തന്നെ എന്ന് വെച്ചാൽ ഒരു 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യാൻ നോക്കണം. അപ്പോൾ ആ ഒരു റിസൾട്ട് നമുക്ക് കുറേ നാൾ നിൽക്കുകയും ചെയ്യും, നന്നായിട്ട് ആ ഒരു ഫലം കാണുകയും ചെയ്യും. സ്പെഷ്യലി പാട് പോകാനുള്ള പാക്കുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് തരുന്നതല്ല, ചില പാടുകൾ കുത്തും പാടുകളൊക്കെ മാറാനുള്ളതാണെങ്കിൽ ഒരു 41 ഡേയ്സെങ്കിലും അടുപ്പിച്ച് ചെയ്യാനും നോക്കുക. അപ്പോൾ ഓരോ വീഡിയോയിലും പറയുന്നതിനനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് പാക്കാണ്. നിങ്ങൾക്കിത് ഡെയിലി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ടോ വൺസ് ഇൻ എ വീക്കോ ട്വൈസ് ഇൻ എ വീക്കോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നാന്തരം പാക്കാണ്. വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കണ്ടിട്ട് വന്നാലോ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 3 സ്പൂൺ ചോറാണ്. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങ, ഒരു കഷ്ണം ബീട്രൂട്ട്, ഒരു പീസ് നമുക്ക് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ കൂടിയിട്ട് തൈരിൽ നമ്മൾ അരച്ചെടുക്കുക. തൈര് പറ്റാത്തവർക്ക് പാല് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് ലെമൺ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്യാം. കണ്ണിനടിയിലുള്ള കറുപ്പ്, നമ്മളുടെ ചുണ്ടുകൾക്കുള്ള ഒരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ചുണ്ടുകൾക്ക്, അതുപോലെ തന്നെ കഴുത്തിലെ കറുപ്പ് മാറാനായിട്ട്, ചുണ്ടിൻ്റെ സൈഡിലുള്ള കറുപ്പ് പാടുകൾക്ക്, ഇതിനൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഒരു പാക്കാണ്. നമുക്കിത് ഓൾട്ടർനേറ്റീവായിട്ടോ ഡെയിലി യൂസ് ചെയ്യാം. നല്ലപോലെ ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഐസ് ക്യൂബായിട്ട് വെച്ചതിന് ശേഷം ഐസ് ക്യൂബ് നന്നായിട്ട് മെൽട്ടായതിന് ശേഷം നമുക്കിത് പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്കുള്ളത് അടുപ്പിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ 5 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത ഫേസാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും
എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പോലും ഇട്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ചില കുഞ്ഞുങ്ങൾക്ക് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ ഇല്ല, അങ്ങനെയുള്ള പാടുകളൊക്കെ മാറാൻ നല്ലതാണ്. അപ്പം നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വീട്ടിൽ കുഞ്ഞ് അനിയന്മാർ അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ അതുപോലെ വീട്ടിൽ അമ്മമാർക്ക് അച്ഛന്മാർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇടുന്നതിൻ്റെ കൊടുത്ത് കുറച്ച് കൂടുതൽ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഇട്ട് കൊടുക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.